രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനക്കേസുകളിൽ മൊഴി നൽകിയ ഇരകളുടെയും അവർക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങളുടെയും ഒരു മാസമാണ് കടന്നുപോയത്. എന്തായാലും അത്തരം സൈബർ ആക്രമണങ്ങളുടെ അലയൊലികൾ ഇനിയും കേരളത്തിൽ ഒടുങ്ങിയിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ. കാരണം കെ ശൈലജയ്ക്കൊപ്പം CPM വേദിയിലേക്ക് വന്നത് മറ്റാരുമല്ല, നടി റിനി ആനാണ്. എങ്കിൽ അതിന് കാരണം എന്താണ്? ഒരു സിനിമാ താരം CPM വേദിയിൽ എത്തിയതിന്റെ വിഷയമല്ലത്. കോൺഗ്രസ് സൈബർ ആക്രമണത്തിന് രൂക്ഷമായ ഇരയായ ഒരു യുവതി CPMന്റെ സംരക്ഷണം തേടിയെത്തി എന്നതാണ് ഇവിടുത്തെ കാര്യം. ഒരൊറ്റ കോൺഗ്രസ് നേതാവ് പോലും തന്നെ വിളിച്ച് ആശ്വസിപ്പിക്കുകയോ നടപടി എടുക്കാമെന്നോ നടന്ന സംഭവം അന്വേഷിക്കാമെന്നോ എന്നുപോലും പറഞ്ഞില്ല എന്നതിൽ വളരെ ഖിന്നയായി കഴിയുകയായിരുന്നു, ദുഃഖിതയായി കഴിയുകയായിരുന്നു നടി റിനിയാൻ. സൈബർ ആക്രമണം രൂക്ഷമായപ്പോഴാണ് റിനിയാൻ രണ്ടും കൽപ്പിച്ച് CPMന്റെ വനിതാ വേദിയുടെ ആ സൈബർ ആക്രമണ പ്രതിരോധ സംഗമത്തിലേക്ക് ചെന്നെത്തിയത്. മാങ്കൂട്ടത്തെ വീഴ്ത്തിയ താരം റിനിയാൻ CPMനോട് അടുക്കുന്നു എന്നതാണ് ആ വാർത്ത. ശരിയാണ്. അത്ര കണ്ട് സൈബർ അറ്റാക്കാണ് കോൺഗ്രസ് അനുകൂലിയിൽ എല്ലാവരിൽ നിന്നുമല്ല, മാങ്കൂട്ടം ഗ്രൂപ്പിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ റിനിയാന് നേടേണ്ടി വന്നത്. നടി റിനി ആൻ ജോർജിനെ മുഖ്യ അതിഥിയെ പങ്കെടുപ്പിച്ചാണ് CPMന്റെ കൊച്ചി പറവൂർ ഏരിയ കമ്മിറ്റി സൈബർ ആക്രമണത്തിനെതിരെ പെൺ പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചത്. സമീപകാലത്ത് രൂക്ഷമായ സൈബർ ആക്രമണത്തിന് വിധേയായ കൊച്ചിയിലെ CPM നേതാവ് KJ ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. റിനിയെ പോലെ മനക്കരുത്തുള്ള സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണമെന്നാണ് KJ ഷൈൻ ടീച്ചർ ആവശ്യപ്പെട്ടത്. പാർട്ടിയിലേക്ക് റിനിയെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുകയും ചെയ്തു. കോൺഗ്രസ് സൈബർ ആക്രമണത്തിൽ നിന്നും സംരക്ഷണം തേടിയെത്തുന്നവർക്ക് CPM എന്ത് തരം പ്രതിരോധം തീർക്കുമെന്നത് കാത്തിരുന്ന് കാണണം. എങ്കിലും മുൻ മന്ത്രി KK ശൈലജ അടക്കം ചടങ്ങിനെത്തിയിരുന്നു. KK ശൈലജയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. റിനിയുടെ വിവാദമായ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി നടപടി എടുക്കാൻ സംസ്ഥാന നേതൃത്വം നിർബന്ധിതമായത്. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA പദവിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് KPCC നേതൃത്വം തയ്യാറായില്ല. പാർട്ടി തീരുമാനം പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തുക എന്നത് മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവും KPCC സംസ്ഥാന പ്രസിഡന്റും ഒക്കെ അന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അവരാ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ റിനി ആനിന് വേണ്ടി മൊഴി നൽകിയ ഇരകൾക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ള കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന വനിതാ നേതാക്കൾ പോലും ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു രാഷ്ട്രീയം ഒരിടത്തുമില്ലെന്നാണ് റിനി ആൻ തന്റെ ആ സംഗമത്തിലെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ ഇവിടെ പോലും താൻ ഭയപ്പാടോടെയും ഭീതിയോടെയുമാണ് നിൽക്കുന്നതെന്ന് റിനിയാൻ പറയുമ്പോൾ എത്ര രൂക്ഷമാണ് ആ സൈബർ ആക്രമണമെന്ന് നാം ഊഹിച്ചെടുക്കണം. ഇവിടെ വരാൻ തയ്യാറായതിനു കാരണം സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരമെങ്കിലും പറയാൻ ഒരു സുരക്ഷിതമായ വേദി ഉണ്ടല്ലോ എന്നൊരു പ്രതീക്ഷയിലാണെന്നും റിനി പറഞ്ഞു. അതിനും തുടങ്ങി സൈബർ ആക്രമണം. കോൺഗ്രസ് നേതാക്കൾക്കൊന്നും ഇതിൽ നിന്ന് ഒരു ഉത്തരവാദിത്വമില്ല. പക്ഷേ അവരോർക്കണം, KC വേണുഗോപാലിന്റെ ഭാര്യയ്ക്കെതിരെ വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അണികൾ സൈബർ ആക്രമണം രൂക്ഷമായി നടത്തിയിരുന്ന പാർട്ടിയാണത്. അപ്പോഴും പാർട്ടി ഒന്നും മിണ്ടിയില്ല. കാരണം എന്താണ്? പാർട്ടിയെ വളർത്താൻ അണികൾ വേണം. അണികൾ ഇപ്പോൾ കോൺഗ്രസിലും കുറഞ്ഞു വരികയാണ്. അപ്പോൾ അണികൾക്കെതിരെ സൈബർ ആക്രമണം നടത്തി എന്നതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു നടപടി എടുത്താൽ അവർ കൂട്ടത്തോടെ കൊഴിഞ്ഞു പോകും. കാരണം എല്ലാ പ്രവർത്തകന്റെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്. എല്ലാ പ്രവർത്തകനും വ്യക്തമായി നോക്കുന്നത് CPM അല്ലെങ്കിൽ BJPക്കാർ എന്തൊക്കെ ചെയ്യുന്നു, അതിനെ എങ്ങനെ കമന്റുകൾ വഴി അധിക്ഷേപിക്കാം എന്നത് മാത്രമാണ്. അതിനെയാണ് സൈബർ ആക്രമണം എന്ന് പറയുന്നത്. സ്ത്രീകളാവുമ്പോൾ ഈ ഉശിരുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പരാക്രമങ്ങൾക്ക് പരിധിയും കൂടും, വാക്കുകൾക്ക് ശക്തിയും കൂടും. അപ്പോൾ അവരോർക്കുന്നില്ല സ്ത്രീത്വമാണ് അവിടെ അപമാനിക്കപ്പെടുന്നത്. വസ്തുത എന്തെന്നറിയാതെ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നത് കാണുമ്പോൾ തന്നെ അതിന് താഴെ ചെന്ന് നിന്ന് രൂക്ഷമായ ഭാഷയിൽ കമന്റ് ഇടുക, സ്ത്രീകളുടെ കുടുംബത്തിലുള്ളവരെ പോലും വെറുതെ വിടാതെ അവരെയും ഇതിൽ കൂട്ടിച്ചേർത്ത് വലിച്ചിഴച്ച് അവരുടെ പേരും ചേർത്ത് എഴുതിയിടുക, ഇതൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് സൈബറിടങ്ങളിലെ പുതിയ ട്രെൻഡ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നാം കണ്ടതാണ്. അവിടുത്തെ നേതാക്കൾ, യുവ നേതാക്കൾ, ഇവരൊക്കെ റീൽസ് എടുത്ത് രസിക്കുകയായിരുന്നു എന്നാണ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ പരാതിപ്പെട്ടത്. റീൽസ് രാഷ്ട്രീയം കോൺഗ്രസിൽ അവസാനിപ്പിക്കണമെന്ന് വരെ മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു.
അപ്പോൾ നേതാക്കൾക്ക് റീൽസ് എടുത്ത് അർമാദിക്കാമെങ്കിൽ തങ്ങൾക്കെതിരെയും തങ്ങളുടെ പാർട്ടിക്കെതിരെയും വരുന്ന പ്രതികരണങ്ങളെ, പ്രസ്താവനകളെ, എതിർ പാർട്ടികളുടെ പ്രസ്താവനകളെ രൂക്ഷമായ തെറിവിളിയുമായി സൈബർ ആക്രമണത്തിലൂടെ പ്രതിരോധിച്ചുകൂടാ എന്നാണ് അണികൾ തിരിച്ചു ചോദിക്കുന്നത്. മണ്ഡലം ബൂത്ത് കമ്മിറ്റികളിൽ അതിന്റെ നേതാക്കൾക്ക്, ഭാരവാഹികൾക്ക് മറുപടിയില്ല. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ സൈബർ ആക്രമണം നടത്തിയാൽ അത് ഒരു കുറ്റകൃത്യമേ അല്ല എന്നൊരു തോന്നലിൽ കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ കഴിയുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച